നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം. വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായിട്ട് 8 മാസങ്ങളാകാറായിട്ടും ദുരിതബാധിതരുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതും പുനരധിവാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതായി പറയപ്പെടുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കിടന്നാവശ്യപ്പെട്ട് സർവശ്രീ ടി സിദ്ദിഖ്, പി.കെ. ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, 30/7/2025 വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം എന്നിയിടങ്ങളിൽ പുന്നപ്പുഴയുടെ ഇരുകരകളിലുമായി 8 കിലോമീറ്റർ ദൂരം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ബാധിച്ച ഉരുൾപൊട്ടൽ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ഭയാനകമായ ദുരന്തങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെവിടെയെങ്കിലും ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 266 പേരുടെ മരണത്തിനിടയാക്കി ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. 32 പേരെ ഇതിനകം കാണാതായിട്ടുമുണ്ട്. അവരെയും മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. സാർ, ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർ വെറും സർക്കാർ കണക്കുകളല്ല സാർ, അവർ ഓജസ്സുള്ള മനുഷ്യരാണ് എന്ന സമീപനം തന്നെയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമീപനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് സമാനതകളില്ലാത്ത ഈ ദുരന്ത പ്രവർത്തനത്തിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയായത്. സാർ, അന്ന് രാവിലെ 4 മണിക്ക് KSTM ഇരിക്കുമ്പോൾ ആദ്യം പുറത്തു നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞതിന് ശേഷം MLA കഴിഞ്ഞതിന് ശേഷം ആദ്യം വിളിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപന പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ നിമിഷം മുതൽ ഇതുവരെ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിമാനകരമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇടപെട്ടത്. സാർ, 23 ദിവസത്തിനുള്ളിൽ ദുരന്തബാധിതരായ എല്ലാ കുടുംബങ്ങളെയും, ദുരന്ത മേഖലയിലുള്ളവരെയും, ഭയചകിതരായ കുടുംബങ്ങളെയും നമുക്ക് വാടക വീടുകളിലേക്ക് മാറ്റാൻ സാധിച്ചു. സാർ, 300 രൂപയുടെ ജീവനോപാധി സഹായം 2181 വ്യക്തികൾക്ക് 3 മാസം നൽകി. ഇനി 9 മാസം കൂടി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. സാർ, ക്രിസ്തുമസ് പുതുവത്സര ആശംസകളുടെ ഭാഗമായി 2000 രൂപയുടെ കിറ്റുകൾ 186 ആളുകൾക്ക് നൽകി. 1000 രൂപയുടെ പലവ്യഞ്ജന കൂപ്പൺ പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ എല്ലാ കുടുംബങ്ങൾക്കും നൽകാനായി നാം തീരുമാനിച്ചു. സാർ, കുടുംബശ്രീ മുഖാന്തരം ദുരന്തബാധിതരുടെ ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ തയ്യാറാക്കി. സാർ, ഇവിടെ നമ്മൾ ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ടൗൺഷിപ്പിൽ വീട് വയ്ക്കാനോ 15 ലക്ഷം രൂപ അർഹതയുള്ള ദുരന്തബാധിതരെ കണ്ടെത്തുവാൻ ചില മാനദണ്ഡങ്ങൾ തയ്യാറാക്കി. സാർ, ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച അവശിഷ്ടങ്ങൾ വന്നു പതിച്ച് ഇടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, ഉരുൾപൊട്ടൽ മൂലം നോഗോഡ് സോണായി മാറിയ ഭൂമിയിൽ വസിക്കുന്ന കുടുംബങ്ങൾ, ഉരുൾപൊട്ടൽ മൂലം ജനാവാസം ഇല്ലാതായതിനാൽ ഒറ്റപ്പെട്ടു പോകുന്ന നോഗോ സോൺ അതിർത്തിയിൽ 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ എന്നിങ്ങനെയാണ് സാർ ആ മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും സർക്കാരിനുമുണ്ട് എന്ന് കോടതി വാദങ്ങൾക്കിടയിൽ വ്യക്തമാക്കി. സാർ, ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B 3 പട്ടികകൾ. ഒന്നാമത്തെ ലിസ്റ്റ് 242 കുടുംബങ്ങൾ. DDMA ആണ് സാർ അതിൻ്റെ അതോറിറ്റി. DDMA അത് നിശ്ചയിച്ചു. അവർ തന്നെ പരാതി കേട്ടു. അവർ തന്നെ അന്തിമമായ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. സാർ, ഫേസ് 2A ജോൺ മത്തായി നിർദ്ദേശിച്ച നോഗോ സോണിനകത്തുള്ള കുടുംബങ്ങൾ, അവരുടെ ലിസ്റ്റും തയ്യാറായി പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗ് നടത്തി അന്തിമ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. 2B ലിസ്റ്റ് സാർ, അത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഐസൊലേറ്റഡ് ആയ കുടുംബങ്ങൾ, അവരുടെ കരട് പട്ടിക തയ്യാറാക്കി അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ഏറ്റവും പെട്ടെന്നാകും. സാർ, ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന അധികാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള DDMAക്കാണെങ്കിലും അതുവരെ സർക്കാർ ഇടപെടുന്നില്ല. സാർ, അത് കഴിഞ്ഞാൽ അതിലും ഉൾപ്പെടാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അക്കാര്യം മാനദണ്ഡങ്ങൾക്കകത്താണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നൽകിയാൽ അക്കാര്യവും പരിശോധിക്കും. സാർ, നമുക്കുള്ള സ്രോതസ്സുകൾ നാം അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള 725.6 കോടി രൂപ, അതാണ് നമ്മൾ ടൗൺഷിപ്പിലെ വീടുകളുടെയും പൊതു മാനദണ്ഡങ്ങളുടെയും സംവിധാനം ഉണ്ടാക്കുന്നത്. സാർ, കോടതി ഇടപെടലിലൂടെ STRF മാനദണ്ഡങ്ങളിൽ നിന്ന് മാറ്റി ലഭ്യമായ 120 കോടി രൂപ. സാർ, അതുപയോഗിച്ചുകൊണ്ടാണ് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സാർ, 120 കോടി രൂപയിൽ നമ്മൾ നിരവധി റോഡുകൾ, ബഹുമാനപ്പെട്ട MLAക്ക് അറിയാവുന്നതുപോലെ ചൂരൽമല ഹൈസ്കൂൾ റോഡ്, ചൂരൽമല മുണ്ടക്കൈ റോഡ്, ചൂരൽമല ന്യൂ വില്ലേജ് റോഡ്, ചൂരൽമല ന്യൂ വില്ലേജ് ഓഫീസ് ഗോപിമൂല റോഡ്, മുണ്ടക്കൈ പുഞ്ചിരിമറ്റം റോഡ്, പുഞ്ചിരിമറ്റം വനറാണി റോഡ്, GLPSൻ്റെ 8th നമ്പർ റോഡ്, ഇങ്ങനെ അവിടെ ഇതുമായി തകർന്ന എല്ലാ റോഡുകളും പുനഃസംഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. സാർ, ഈ റോഡുകളിലുള്ള വൈദ്യുതി വിതരണ സംവിധാനം
അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കാനും സോളാർ എനർജി ബാറ്ററി ബാങ്കിംഗ് സംവിധാനം സ്ഥാപിക്കാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ആദ്യഘട്ടത്തിലാണ്. സാർ, നമ്മൾ ആദ്യം നൽകിയ അടിയന്തര ദുരിതാശ്വാസ മെമ്മോറാണ്ടം പരിഗണിച്ച് അധികം തുക ഒന്നും തന്നെ തരാതിരുന്ന ഘട്ടത്തിൽ കോടതി ഇടപെട്ടാണ് ആദ്യഘട്ടത്തിലെ 120 കോടിയെങ്കിലും കിട്ടിയത്. സാർ, പുന്നപ്പുഴയുടെ ഉള്ളിലും കരകളിലും നോഗോ സോണായി മാറുകയും ചെയ്ത ഭൂമിയിൽ അവശിഷ്ടങ്ങൾ മാറ്റി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ട ചെലവ് വരുന്ന തുക പൂർണ്ണമായും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ചെലവഴിക്കാനും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തിരികെ ലഭിക്കാനുമുള്ള അർഹത നമുക്കുണ്ട്. സാർ, ടൗൺഷിപ്പ് നിർമ്മാണം, റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി ദുരന്ത അവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്താനും അതുവഴി പുതിയ പാറ ഖനനം പരമാവധി കുറയ്ക്കാനുമാണ് സാർ ഈ നടപടിക്രമങ്ങളിലൂടെ ലഭ്യമാകുന്നത്. സാസ്കയിൽപ്പെട്ട് നമുക്ക് ചില ലോണുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ ലോണിൻ്റെ ഭാഗമായിട്ടുള്ള 16 പദ്ധതികൾ ഇപ്പം നമ്മൾ തയ്യാറാക്കുകയാണ്. ടൗൺഷിപ്പിലുള്ള പൊതു റോഡുകൾ, അതുപോലെ തന്നെ പുന്നപ്പുഴയുടെ കരകെട്ടാനുള്ള നടപടികൾ. സാർ, അവിടെ ഫയർഫോഴ്സിൻ്റെ 3 സ്റ്റേഷനുകൾ വൈത്തിരിയിലും തൊണ്ടർനാടും പനമരത്തും. സാർ, നമ്മുടെ മുട്ടിൽ മേപ്പാടി റോഡ്. സാർ, ചൂരൽമലയിലെ പുതിയ പാലം ഏറ്റവും ആധുനികമായ രീതിയിൽ 2 പുന്നപ്പുഴയുടെ കരയിലോ തീരത്തോ കാലുകളില്ലാത്ത വിധം പാറകളെ ബന്ധിപ്പിച്ച റോഡ്. സാർ, വെള്ളാർമല സ്കൂൾ, നമ്മുടെ അഭിമാനമായ ഉണ്ണിമാഷുടെയും മക്കളുടെയും സ്കൂൾ. സാർ, വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം 15 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. 110 kV സബ്സ്റ്റേഷൻ്റെ എൽസ്റ്റോൺ ടൗൺഷിപ്പ്. സാർ, അവിടെ കരാപ്പുഴയിലെ MLD വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, 6 ഹെലിപ്പാഡുകൾ. സാർ, അവിടെ 8 മൾട്ടിപർപ്പസ് ഷെൽട്ടറുകൾ. ഇങ്ങനെ തുടങ്ങി 16 പദ്ധതികൾക്ക് കടമായി കിട്ടിയ പണമാണെങ്കിലും അത് വിനിയോഗിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാർ, PDNA അനുസരിച്ച് നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഒരു പണവും ഇതുവരെ ആ കാര്യത്തിൽ നമുക്ക് ലഭ്യമായില്ലെങ്കിലും ആ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. PDNA പ്രകാരം വയനാട്ടിൽ പ്രത്യേകമായ ചില നടപടികൾ ആവശ്യമാണ്. അവയിൽ ചിലത് നടപ്പിലാക്കാനും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, പഴശ്ശിരാജ കോളേജ് എന്നിവ ചേർന്ന് വയനാട്ടിലെ പനമരത്തു പഴശ്ശിരാജ കോളേജിൽ ആധുനിക എക്സ്പാൻഡ് റഡാർ സ്ഥാപിക്കുകയും പഴശ്ശിരാജ കോളേജിൽ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങളിലും ദുരന്ത ലഘൂകരണത്തിലും പുതുതലമുറയെ പഠിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു കോഴ്സ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, റഡാർ സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പഴശ്ശിരാജ കോളേജിൽ ആ സ്ഥലം ഇപ്പോൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സാർ, കവചത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധാനം വയനാട്ടിൽ 5 ഇടങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സൈറണുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സാർ, വയനാട്ടിൽ വളർത്തുമൃഗങ്ങളെ ദുരന്ത സമയത്ത് സംരക്ഷിക്കാനുള്ള താൽക്കാലിക ഷെൽട്ടറുകൾ തുടർന്ന് വേണ്ടി വരുമോ, പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി നിർമ്മിക്കാനുള്ള നടപടിയുടെ അവസാന ഘട്ടത്തിലാണ്. സാർ, വയനാട്ടിൽ കൂടുതൽ സൂക്ഷ്മമായ ഉരുൾപൊട്ടൽ പ്രവചന സംവിധാനം സ്ഥാപിക്കാൻ അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായി സംസ്ഥാന ദുരന്ത അതോറിറ്റി, നിവാരണ അതോറിറ്റി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. സാർ, തീവ്ര ദിനാവസ്ഥ നിരീക്ഷണത്തിനായി വയനാട്ടിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് കൂടുതൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, സാസ്കിയിൽപ്പെട്ട് ഒരു ഹെലികോപ്റ്ററും 3 അഗ്നി രക്ഷാ സേനാ കേന്ദ്രങ്ങളും 8 താൽക്കാലിക ദുരിതാശ്വാസ ഷെൽട്ടറുകളും ഇതിനകം വയനാട്ടിൽ വരുന്നുണ്ട്. സാർ, ഇവയെല്ലാം വയനാട്ടിലെ ദുരന്ത പ്രതിരോധ ശേഷി ദീർഘകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. സാർ, ഈ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തി നടത്തിയ പ്രവർത്തനങ്ങൾ, പലതവണ വയനാട്ടിലും തിരുവനന്തപുരത്തുമായി നടത്തിയ സർവകക്ഷി യോഗങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും. സാർ, ഈ മന്ത്രിസഭയിൽ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്തു. സാർ, 4 മന്ത്രിമാർ ക്യാബിനറ്റിൻ്റെ പ്രത്യേക ചുമതലക്കാരായി ഞങ്ങൾ അവിടെ നിൽക്കുകയുണ്ടായി. വയനാട്ടിലും തിരുവനന്തപുരത്തും സർവകക്ഷി യോഗങ്ങൾ മാത്രമല്ല സാർ, പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കിഫ്ബിക്ക് ചുമതലയേൽപ്പിച്ചു. ദുരന്താഘാതം വിലയിരുത്തുന്നതിന് സാങ്കേതിക വിദഗ്ധരുടെ ഒരു ടീമിനെ നിയോഗിച്ചു. 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു. സാർ, അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് സ്പോൺസർമാരുടെ പ്രത്യേക യോഗം ചേർന്നു. സാർ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും അടങ്ങുന്ന ഉപദേശക സമിതിയും ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതിയും നിശ്ചയിച്ചു. സാർ, അവിടെ ഈ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചു. സാർ, പ്രാഥമിക കണക്കുകൾ വിലയിരുത്തി ദുരന്തബാധിതരുടെ എണ്ണം നിശ്ചയിക്കുകയും ഇവരെ വിവിധ വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്തി ലിസ്റ്റുകൾ തയ്യാറാക്കി
അവസരം നൽകി പരാതി തീർത്ത് അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. സാർ, വീടുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയ സംഘടനകളുമായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വീട് പണിയുന്നതിനുള്ള പണം ചർച്ച ചെയ്യുകയുണ്ടായി. അത് 30 ലക്ഷത്തിൽ നിന്ന് എല്ലാ അഭ്യർത്ഥനയും മാനിച്ച് 20 ലക്ഷം എന്ന് തീരുമാനിച്ചു. നാം ആരും എഞ്ചിനീയർമാരല്ല. ആ വീടിൻ്റെ ഏതെങ്കിലും സ്പെസിഫിക്കേഷൻ മാറ്റുകയല്ല. 20 ലക്ഷത്തിലധികം വരുന്ന തുക ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് വഹിക്കാം എന്ന ഉത്തരവാദിത്തം. സാർ, ഈ ലിസ്റ്റുകളൊന്നും അന്തിമമല്ല. പല ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് പുനരധിവാസത്തിൻ്റെ ലിസ്റ്റാണ്. കടബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സാർ, മൈക്രോ പ്ലാനിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുമുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നടപടികളാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. അനന്തമായി നീളുന്ന ഒട്ടും ആലോചനയില്ലാത്ത ഒരു പദ്ധതിയല്ല, മറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് തയ്യാറാക്കിയ വളരെ വേഗം നടപ്പാക്കാവുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സാർ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പരാതികളെല്ലാം നമ്മൾ കേൾക്കും, സാധ്യമായതിനെല്ലാം പരിഹാരമുണ്ടാക്കും. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളായിരിക്കും സാർ അവിടെ നടപ്പിലാക്കുക. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പുതിയ കേരള മോഡൽ തന്നെ പുനരധിവാസ രംഗത്തുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാർ, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ചർച്ചയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ദുരന്തമുണ്ടായാൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അത് ജൈവികമായിരിക്കണം എന്ന് മാത്രമല്ല, കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ മുമ്പാകെ ഒരു ഗാർഡിയൻ ഏഞ്ചലായി അവതരിപ്പിക്കണം. സാർ, യഥാർത്ഥത്തിൽ ഗാർഡിയൻ ഏഞ്ചലായിട്ടല്ല, ചെകുത്താനായിട്ട് അവതരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നാടിനോടും ഈ നാട്ടിലെ മനുഷ്യരോടും ചെയ്യുന്നത് എന്ന് നാം കാണുകയാണ്. കേരളത്തിന് വിവിധ പദ്ധതികളിലൂടെ ലഭിക്കേണ്ടിയിരുന്ന പണം പല തൊടുന്യായങ്ങൾ പറഞ്ഞ് നൽകാതിരിക്കുന്ന സമീപനം നമുക്കറിയാം. ഈ ബുദ്ധിമുട്ടുകളുടെ എല്ലാം നടുവിലും ദുരന്തബാധിതരെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത ദുരന്തത്തിന് മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള എല്ലാ ഇടപെടലുകളും നടത്താൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. സാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കും. മനുഷ്യസാധ്യമായതെല്ലാം നാം അവിടെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ നന്നായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു തരുന്നു. ചൂരൽമലയിലെ പ്രശ്നം വളരെ ഗുരുതരമായ വിഷയമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഈ നടപടികളുടെ പശ്ചാത്തലത്തിൽ സഭ നിർത്തിവെച്ച് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ശ്രീ ടി സിദ്ദിഖ്. സർ, ഏറെ വേദനയോടുകൂടിയാണ് സർ വീണ്ടും ചൂരൽമല മുണ്ടകൈ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി അസംബ്ലിയിലേക്ക് നിയമസഭയിലേക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. സർ, ജൂലൈ 30 2024 ചൂരൽമലയിലെയും മുണ്ടകയിലെയും 3 വാർഡുകളിൽ സർവനാശം വിതച്ചതായിരിക്കുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ച് 8 മാസം നമ്മൾ പൂർത്തിയാക്കാനിരിക്കുകയാണ് സർ. സർ, ഈ സന്ദർഭത്തിൽ ഉഴുതുണിക്ക് മറുതുണിയില്ലാതെ സർവവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ ഇപ്പോഴും തങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സർ. പൊതുസമൂഹത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും മറ്റ് മേഖലകളുടെയും ഒക്കെ സഹായത്തോടു കൂടി സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും കൊണ്ട് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർ ഈ പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടി വന്നത്. സർ, കേന്ദ്രത്തിൻ്റെ നടപടികൾ കണ്ടാൽ ഇന്ത്യയിലല്ലേ നമ്മൾ എന്ന് തോന്നിപ്പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യം. നമ്മൾ ആവശ്യപ്പെട്ട അടിയന്തര സഹായം അവർ തന്നില്ല. അവസാനം അവർ 529.5 കോടി രൂപ അവർ തന്ന 16 പദ്ധതികൾക്കായി തന്നപ്പോൾ അവർ 50 വർഷത്തെ കാലാവധി കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു കാലപരിധി നിശ്ചയിച്ചാണ് അവർ നമുക്ക് നൽകിയത് സാർ. എത്രത്തോളം ലജ്ജാകരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ. ജന്മിയുടെ സമീപനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് എന്നുള്ളത് ദുഃഖത്തോടു കൂടി പറയാൻ സാധിക്കും. സർ, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംഭവ സ്ഥലത്ത് വന്ന് നേരിട്ട് കണ്ടതായ ഒരു ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചതായ സമീപനം ഒരു ദുരന്തബാധിത സമൂഹത്തോടും സംസ്ഥാനത്തോടും കാണിക്കേണ്ടതായ മര്യാദയുള്ള മനുഷ്യത്വപരമായ നടപടിയായില്ല എന്നുള്ളതും ഇതിൻ്റെ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. സർ, കേരള സംസ്ഥാനം സ്വീകരിച്ച സമീപനവും നമ്മുടെ സ്റ്റേറ്റ് സ്വീകരിച്ച സമീപനവും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. സർ, ഇന്ന് നിങ്ങൾ സംസ്ഥാന സർക്കാർ സ്പോൺസർമാരായി വന്നതായ ആളുകളുടെ മീറ്റിംഗ് ആ സമയത്ത് തന്നെ നടത്തി അവർക്കാവശ്യമുള്ള സൗകര്യം മുഴുവൻ ചെയ്യാം. നിങ്ങൾ ഭവന നിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കോളൂ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കണ്ടീഷൻസും സ്പെസിഫിക്കേഷൻസും ഒക്കെ
ഇന്നതാണ് എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ 8ാമത്തെ മാസം മുഴുവൻ സ്പോൺസേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിച്ച് ആ പാവപ്പെട്ട ജനതയ്ക്ക് അവർ ഇന്ന് താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവർക്ക് അവരുടേതായിരിക്കുന്ന സ്പോൺസർമാർ നിർമ്മിക്കുന്നതായ വീടുകളിലേക്ക് മാറാമായിരുന്നു. ആ പദ്ധതിയെ തകർത്തത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദപരമായ നടപടിയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. സർ, പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി അടിസ്ഥാനപരമായി പ്രാഥമികമായി ഉണ്ടാകേണ്ടത് ലിസ്റ്റാണ്. സർ, ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ മറുപടി പറഞ്ഞ പ്രിയ സ്നേഹിതൻ മന്ത്രിയോട് ചോദിക്കുന്നു, 8 മാസക്കാലമാകാറായിട്ട് പുനരധിവാസത്തിന്റെ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ അങ്ങയുടെ നേതൃത്വത്തിൽ, ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സാധിക്കാത്തത് ഏറ്റവും വലിയതായ പാളിച്ചയും അനാസ്ഥയുമാണ്. സർ, ബേസിക്കായി വേണ്ടത്, അടിസ്ഥാനപരമായി വേണ്ടത് ഗുണഭോക്താക്കളുടെ പട്ടികയാണ്. ഈ പട്ടിക എന്തുകൊണ്ട് താമസിച്ചു? നിങ്ങളവിടെ ലോക്കൽ ബോഡി വിശ്വാസത്തിലെടുത്തോ, നിങ്ങൾ അവിടുത്തെ സർവകക്ഷി വിശ്വാസത്തിലെടുത്തോ, അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റിന് ശേഷം ആ ലിസ്റ്റുമായി യോജിപ്പിച്ചുകൊണ്ട് അനുരഞ്ജനം നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിലേക്ക് കടന്നത് സർ മാസങ്ങൾക്ക് ശേഷമാണ്. ആ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഫേസ് 1 43 പരാതികൾ, ഫേസ് 2A പൂർണ്ണമായിട്ടില്ല, ഫേസ് 2B 13-ാം തീയതി വരെ അതിന്റെ ആക്ഷേപം കേൾക്കുകയാണ്. പ്രാഥമികമായി ഉണ്ടാകേണ്ട 1ാമത്തെ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടില്ല, 2ാമത്തെ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടില്ല, 3ാമത്തെ ലിസ്റ്റിന്റെ ഹിയറിംഗും നടക്കുന്നതായ സാഹചര്യമാണ്. സർ, ഒരു ദുരന്ത സ്ഥലത്ത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് സർക്കാർ ഗൗരവതരമായി ആലോചിക്കണം. സർ, അവിടെ ഇടപെട്ടതായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ശ്രമകരമായ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. പഞ്ചായത്ത് ശ്രമകരമായ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അവസാനം ഉൾപ്പെടാത്ത ആളുടെ പരാതി വന്നപ്പോ ബഹുമാന്യനായ മന്ത്രി അങ്ങ് തന്നെ പറഞ്ഞു, ഞങ്ങളല്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയത് മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തും ഒക്കെ ചേർന്ന് DDMA ആണ് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നങ്ങ് പറഞ്ഞു. സർ, DDMA സർക്കാരിന്റെ ഭാഗമല്ലേ? മാത്രമല്ല, ഞങ്ങൾ മാനദണ്ഡം ഉണ്ടാക്കിയത് ആരാണ്? സാർ, മാനദണ്ഡം ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ചല്ലേ അവർക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? ആ മാനദണ്ഡം അനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോ അങ്ങ് പറഞ്ഞത് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ സഹായിക്കാൻ മുമ്പോട്ട് വന്നതായിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന തലത്തിൽ സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല, ലിസ്റ്റിൽ പെടാത്തതായ മുഴുവൻ ആളുകളെയും ഈ പ്രാദേശിക ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാൻ ആവശ്യമായ നടപടികൾക്ക് കൂടെ നേതൃത്വം കൊടുത്തത് ഏറെ ലജ്ജാകരവും ഖേദകരവുമായ വസ്തുതയായി എന്ന് അങ്ങയോട് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നതിൽ ഏറെ ദുഃഖമുണ്ട്. സർ, ഞാൻ വിശദമായ ഓരോ തലത്തിലേക്ക് കടന്നു പോകുന്നില്ല. സർ, ലിസ്റ്റിന്റെ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കാം. സർ, 11-ാം വാർഡിൽ മുണ്ടകൈ ബസ് സ്റ്റോപ്പിന് പിന്നിൽ പാഴിയിൽ താമസിച്ചിരുന്ന ഒരു സിറാജ്, അദ്ദേഹം ദുരന്തത്തിൽ മരണപ്പെട്ടു. സർ, അദ്ദേഹത്തിന്റെ കുടുംബം ലിസ്റ്റിൽ ഉൾപ്പെട്ടു. എന്നാൽ അതേ പാഴിയിൽ മറുഭാഗത്ത് താമസിക്കുന്നതായിരിക്കുന്ന റഷീദുണ്ട്, ചേരിപ്പറമ്പിൽ റഷീദ്, അതേ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല, അദ്ദേഹം കറന്റ് ലിസ്റ്റിൽ വന്നില്ല. അങ്ങനെ തുടങ്ങി നിരവധി പോരായ്മ. ഓരോ ഭാഗത്തെ ഞാൻ പറയുന്നില്ല, ഹൈസ്കൂൾ റോഡ്, പടവെട്ടിക്കുന്ന്, മാട്ടക്കുന്ന്, ഗോപിമൂല, അട്ടമല, എറാട്ടുകുണ്ട്, പുഞ്ചിരിമട്ടം, വനറാണി, റാണിമല ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരും മറ്റുള്ളവരുമായിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ന് പരാതിയുമായി നിൽക്കുകയാണ്. ആ പരാതി പോലും 8 മാസക്കാലമായി ഒരു തുടർ നടപടികൾ സ്വീകരിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. സർ, ഞാൻ ഒരു കാര്യം പ്രത്യേകം, സർ, പുനരധിവാസത്തിന്റെ സ്ഥലം നിശ്ചയിച്ചു. സർ, NDMA ആക്ട് അനുസരിച്ച് പുനരധിവാസം ആരുമായി ആലോചിക്കണം? ദുരന്ത ബാധിതരുമായി ആലോചിക്കണം. ഇവിടെ ഗവൺമെന്റ് തീരുമാനിച്ചു 7 സെന്റ് സ്ഥലം കൊടുക്കാൻ. ആദ്യം നിങ്ങൾ തീരുമാനിച്ചു 10 സെന്റ് സ്ഥലം നെടുമ്പാല എസ്റ്റേറ്റിൽ കൊടുക്കാൻ, 5 സെന്റ് സ്ഥലം കൽപ്പറ്റ എലക്ഷൻ എസ്റ്റേറ്റിൽ കൊടുക്കാൻ. അന്നത്തെ തീരുമാനം തന്നെ നിങ്ങൾ തെറ്റായിരുന്നു. എന്താ കാരണം? ദുരന്ത ബാധിതരെ മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ 2ആക്കി തിരിക്കാൻ അന്ന് നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ തീരുമാനിച്ചു 7 സെന്റ് കൊടുക്കാൻ. നിങ്ങൾ ആലോചിക്കണം, അവിടെയുള്ളവർ 50 സെന്റ്, 25 സെന്റ്, 2.5 ഏക്കർ, 5 ഏക്കർ, 12 ഏക്കർ ഒക്കെയായി ജീവിച്ചതായിരിക്കുന്ന ആളുകളാണ്.
അവർക്ക് ഞങ്ങൾ വളരെ ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിൽ വെക്കുന്നു. നിർബന്ധമായും 10 സെന്റ് ഭൂമിയെങ്കിലും ഇല്ലാത്തതായ പുനരധിവാസം ഒരിക്കൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല. അത് ചെയ്യരുത്, പുനഃപരിശോധിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. സർ, ദുരന്തത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റതായ ആളുകളുടെ തുടർ ചികിത്സ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സർ, ഫെബ്രുവരി മാസത്തിലാണ് അതിന്റെ ഒരു കരട് ഓർഡർ നിങ്ങൾ ഇറക്കുന്നത്. ഈ കഴിഞ്ഞ മാസം തുടർ ചികിത്സ. സർ, എത്ര ആളുകളെ ചികിത്സയ്ക്ക് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വിളിച്ചു എന്നറിയോ? ഞാൻ സർക്കാരിന് മുമ്പിൽ അപേക്ഷ നൽകിയല്ലോ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയല്ലോ, ഞാൻ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണ് സർ താമസം? എന്നിട്ടോ നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച തുക എത്രയാണെന്നറിയോ? SDRF ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ. സർ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ പിന്നെ ബാക്കി കൊടുക്കാമെന്ന് നിങ്ങളിപ്പോ മറുപടി പറയുമ്പോൾ പറയും. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, തുടർ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ജനം കൊടുത്തതായ 750ഓളം കോടി രൂപയുണ്ട്. സർ, ആ കോടി രൂപയിൽ നിന്ന് 1 കോടിയോ 2 കോടിയോ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കാര്യം ഇതിൽ വിഷയമല്ലാത്തത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകളായ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് സർ 125 ലക്ഷം രൂപയാ. പാവപ്പെട്ട ദുരന്തബാധിതരുടെ ചികിത്സക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന തുക 5 ലക്ഷം. അതിനുള്ള മാനദണ്ഡം നിങ്ങൾ തീരുമാനിച്ചത് ഈ ഫെബ്രുവരി മാസത്തിൽ. സർ, ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? ഒരു സർക്കാരിന്റെ ഏകോപനം ഇവിടെയുണ്ടോ? ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നു. സർ, മുണ്ടകൈ ചൂരമല പ്രദേശത്ത് 85ഓളം വരുന്ന വ്യാപാരികളുണ്ട്. സർ, അത് പറയുമ്പോ ഞാൻ അഭിമാനത്തോടു കൂടി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തമുണ്ടായപ്പോ രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, പാണക്കാട് തങ്ങൾ വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു, മുഖ്യമന്ത്രി, മറ്റുള്ള മന്ത്രിമാരെല്ലാവരും വന്നിട്ടുണ്ട്. ഇല്ല എന്നുള്ളതല്ല, കുഞ്ഞാലിക്കുടി സാഹിബ് ഉൾപ്പെടെ എല്ലാവരും വന്നു. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുക. ഒരു മിനിറ്റ് പറയട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? സർ, ദുരന്ത ബാധിതരായ ആളുകളുടെ കയ്യിലേക്ക് 10,000 രൂപ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർ, ആ തുക അവസാനിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചു, ആദ്യമായി ദുരന്ത ബാധിതരുടെ കയ്യിലേക്ക് കിട്ടിയ പണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്ത 15,000 രൂപയാണ് നേരിട്ട് കാശ്. ഇപ്പൊ അവസാനം നോമ്പിന്റെ സമയത്ത് കിറ്റ് അടക്കം കൊടുത്ത് എല്ലാത്തിനും വ്യാപാരികൾ അടക്കമുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് അവരുടെ സാന്നിധ്യം 100 വീട് രാഹുൽ ഗാന്ധി, 100 വീട് മുസ്ലിം ലീഗ്, മറ്റുള്ള ആളുകളെ വീടുകൾ, പദ്ധതികൾ, പരിപാടികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ഏകോപനം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കർണാടക സർക്കാർ ഉൾപ്പെടെ സർ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, സർ, വ്യാപാരികളുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടെന്താ? സർ, വ്യാപാരികളുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടെന്താ? സർ, അവിടുത്തുകാരല്ലാത്തതായ വ്യാപാരികളുണ്ട്, പാവപ്പെട്ട റോയി ഉൾപ്പെടെ അവിടെയുള്ള വ്യാപാരി ഉണ്ട്. സർ, ഒരു 2 മിനിറ്റ് സമയം പ്ലീസ്. സർ, 2 മിനിറ്റ് പ്ലീസ്. സർ, ഞാൻ അവസാനിപ്പിക്കാം. സർ, ഒരു ചൂരൽമലയിലെ ഒരു പൂക്കോട്ട് അബു, ഇത് പറയാതിരിക്കാൻ വേദനയുള്ള കാര്യമാണ്. സർ, അബു ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് 10 കടകളുണ്ട്. സർ, ചൂരൽമലയിൽ അദ്ദേഹത്തിന് സ്വന്തമായി കൃഷിയുണ്ട്. സർ, അദ്ദേഹം എന്റെ അടുത്ത് വന്നതാ. ഒരു ദിവസം ഡയാലിസിസ് പേഷ്യന്റാണ്. കടകൾ മുഴുവൻ പോയി, അദ്ദേഹത്തിന്റെ കൃഷി സമ്പൂർണ്ണമായി പോയി. മറ്റുള്ളവരെ സഹായിച്ച ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, ഡയാലിസിസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, കണ്ണ് നിറഞ്ഞു. സർ, ചോദിക്കാൻ ഒരു സർക്കാർ ഉണ്ടോ? കാണാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? സർ, അവസാനിപ്പിക്കുകയാണ്. സർ, കൃഷിഭൂമി തകർന്നു, കാർഷിക വിളകൾ പോയി. അണ്ണയ്യൻ എന്ന് പറയുന്ന കർഷകന്റെ 88 ചാക്ക് കാപ്പി പോയി. സർ, എത്ര ആളുകളെ കൃഷിഭൂമി പോയി? സർക്കാർ എന്തു കൊടുത്തു എന്ന് നിങ്ങൾ കൃത്യതയോടുകൂടി മറുപടി പറയണം. സർ, മൈക്രോ പ്ലാന്റിനെ കുറിച്ച് അന്ന് പറഞ്ഞു 6.5 കോടി രൂപ കുടുംബശ്രീ ആവശ്യപ്പെട്ടിട്ട് 5 പൈസ ഇതുവരെ കൊടുത്തില്ല. സർ, ലോണുകളെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാം. സർ, ലോണുകൾ, സർ, 300 രൂപ ദിനവത്ത. സർ, 300 രൂപ ദിനവത്ത അത് ഇടയ്ക്ക് വെച്ച് നിർത്തി 3 മാസം കഴിഞ്ഞ് ക്യാബിനറ്റ് തീരുമാനിച്ചു, വീണ്ടും കൊടുത്തില്ല. മറ്റൊന്ന്,
ഇവരുടെ ലോണുകൾ Yes, Siddiq, please, please. Siddiq, please. സ്വീകരിച്ചില്ല. സർ, ഞാൻ അവസാനിപ്പിക്കാം. സർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 8 മാസം കഴിയുമ്പോ ജീവനോപാധി തിരിച്ചു നൽകില്ല, ഭക്ഷണത്തിന്റെ കൂപ്പൺ കൊടുത്തില്ല, 300 രൂപ ദിനപത്ത് നിർത്തി, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരിക ദുരന്തബാധിതർക്ക്, KCBയുടെ ബില്ല് വരികയാണ് ദുരന്തബാധിതർക്ക്. 6 മാസം കഴിയുമ്പോ കടങ്ങൾ ഒരു രീതിയിലും എഴുതി സർ. ഇത്രയും ഗുരുതരമായ സാഹചര്യം 8 മാസക്കാലമായി ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇടാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സർ. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, ദുഃഖത്തോടെയാണ് ബഹുമാനപ്പെട്ട അംഗം ഇത് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. സാർ, അതിനേക്കാൾ ദുഃഖത്തോടെയാണ് ഒരു സഹപ്രവർത്തകനായി അവിടെ നിന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് ഈ ഗവൺമെൻറ്റിന് എന്ന യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങ് ഒരു വരി പറഞ്ഞുപോയി, അത് നന്നായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് എന്തായിരുന്നു അങ്ങയുടെ സമരത്തിൽ ഉന്നയിച്ച പ്രശ്നം, ഇവിടെ പറഞ്ഞ പ്രശ്നം? വളരെ നന്നായി പ്രതിപക്ഷ നേതാവ് കാര്യം പറഞ്ഞു. നേരത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തു. പക്ഷെ എന്തിനാണ് അനാവശ്യമായി ഒരു ഗവൺമെൻറ്റിനെതിരായി ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? സാർ, അവിടെ വന്ന ചില ആളുകളെ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ. ലഫ്റ്റനന്റ് കേണൽ ഋഷി, ജനറൽ മാത്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള 500 വളണ്ടിയർമാർ, ആർമിക്കാർ, 18 സേനകൾ, കടാവർ ഡോഗ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. സാർ, ആ മന്ത്രിസഭ ഉപസമിതിയിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ കേളു മിനിസ്റ്റർ ഇവിടെയുണ്ട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഉണ്ട്, ശ്രീ AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെയുണ്ട്. സാർ, ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല സാർ. ഇതിന്റെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറയുമ്പോൾ എന്തിനാ സാർ ഇത്ര വലിയ വികാരം? ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നുള്ളൂ. ഞാൻ പ്രകോപനത്തിനില്ല സാർ. കേന്ദ്ര ഇടപെടൽ, ഞാൻ ഈ 4 മന്ത്രിമാരവിടെ ദിവസങ്ങളോളം നിന്ന ആളുകളാണ് സാർ. ഇവരുടെ കൂട്ടത്തിൽ ദിവസങ്ങളോളം നിന്ന ആളുകൾ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ആ മന്ത്രിമാരോട് പോലും അവിടെ നിന്ന് പോയ ആർമിയുടെ സംഘം പറഞ്ഞത് ഇത്ര ഗംഭീരമായ ദുരന്ത നിവാരണ പ്രക്രിയ നടത്താൻ. ഞങ്ങൾ മാത്രമല്ല സാർ, പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അവിടുത്തെ MLA കാര്യം ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അവിടുത്തെ മറ്റ് MLA കാര്യം ഞാൻ പറഞ്ഞു. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യർ നടത്തിയൊരു പ്രക്രിയ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ്. ആ കാര്യം നമുക്ക് അവകാശപ്പെടാൻ എന്താണ് സാർ പ്രയാസം? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് നടത്തിയ നടപടി നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 9 IMCT കേരളം സന്ദർശിച്ചു. ഇവിടെ ഓഗസ്റ്റ് 11 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചു. ഓഗസ്റ്റ് 17 ആദ്യത്തെ മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ നഷ്ടവുമായി ഈ കേരളം അവതരിപ്പിച്ചു. ആഗസ്റ്റ് 14 പുതിയ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്. ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ PDNA പ്രകാരമുള്ള അതിൻ്റെ കണക്ക് നോട്ടിഫൈഡ് ദിവസത്തിന് 3 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ മുമ്പ് നവംബർ 13 2202 കോടി രൂപയുടെ പുനർനിർമ്മാണത്തിന് കൊടുത്തു. സാർ, എന്ത് നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്? ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തെ L3 ആയി പ്രഖ്യാപിച്ചതെന്നാണ്, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യ മാസം IMCT റിപ്പോർട്ട് കൊടുത്തു. സാർ, ഇന്ത്യയുടെ ഹൈ ലെവൽ കമ്മിറ്റി കൂടാൻ പറ്റാത്തത് കൊണ്ട്, ആഭ്യന്തര മന്ത്രിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് പിന്നെയും 2 മാസം അത് വെച്ചിരുന്നു. ആ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം കേരളത്തിലെ ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആണെങ്കിൽ അത് പറയണ്ടേ സാർ? അപ്പോഴും അത് പറഞ്ഞില്ല. പിന്നെയും 2 മാസക്കാലം അത് പറയാൻ കേരളത്തിനോട് വൈകി. സാർ, കേരളത്തിന് കത്തയച്ചത് ജൂലൈ 30 ദുരന്തമുണ്ടായി, ഡിസംബർ 30 5 മാസക്കാലം ആ വിവരം കേരളത്തിനോട് പറയാതിരുന്നത് അങ്ങനെയുള്ള ദുരന്തത്തിൽ കേരളത്തിന് കിട്ടേണ്ട UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ലഭിക്കാനല്ലേ സാർ? ഇത് പറഞ്ഞു തുടങ്ങണ്ടേ നമ്മളത്? ഇവിടെ പറഞ്ഞല്ലോ കടബാധ്യതയെ കുറിച്ച്. കേരളത്തിലെ ഗവൺമെന്റ് കണക്കുണ്ടാക്കിയിട്ടുണ്ട് സാർ, കൃത്യമായ കണക്കുണ്ടാക്കിയിട്ടുണ്ട്. 30,62,57,895 രൂപ, 1207 കേസുകൾ, 779 ഫാമിലികൾ. സാർ, ആരാണ് ഈ കടം എഴുതിത്തള്ളാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്? 2005 ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, അതിൻ്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ദേശസാൽകൃത ബാങ്കുകൾ അത് എഴുതിത്തള്ളും സാർ. സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ കാര്യം ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ? അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ. കേരളം എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ. എത്രയേറെ തർക്കമുള്ളപ്പോഴും
ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ ഒരു മാസത്തിനകം ആ ബാങ്കിൽ കടമുള്ള മുഴുവൻ ചൂരൽമലക്കാരുടെ കടം എഴുതി തള്ളി സാർ. അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക. 10 കോടിയോളം രൂപ വരും സാർ. അതാണ് കേരളം കാണിക്കുന്ന മാതൃക. ഈ ഘട്ടത്തിൽ കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അപകടകരമായ നടപടികളുമായി കേന്ദ്രം പോവുകയാണ് സാർ. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പാർലമെന്റിനകത്ത് അധികം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നിയമസഭയിൽ പാർലമെന്റിനകത്ത് പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെല്ലുന്ന നേരത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആരോടാണ് ആ കേന്ദ്രമന്ത്രി പറയുന്നത്? ഏറ്റവും സ്വാത്വികനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് NE ബലറാം പാർലമെന്റിനകത്ത് നടത്തിയ സ്വാമിക്കെതിരെ നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സത്യത്തിൽ പാർലമെന്റ് അംഗങ്ങൾ, കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ അത് ചെയ്യേണ്ടതായിരുന്നു. അത്ര വൃത്തികെട്ട വിധത്തിൽ ജൂലൈ 30-ന് ദുരന്തമുണ്ടായി 4 മണിക്ക് ഞങ്ങളെ വിളിച്ച് അടിയന്തരമായി അവിടെ പോകണം എന്നാവശ്യപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങളോട് സംസാരിച്ച് അവിടേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ്, ഈ മന്ത്രിസഭയിൽ അവിടെ എത്തിയ മഹാഭൂരിപക്ഷം അംഗങ്ങൾ, MLA-യും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ കേരളത്തെ അപമാനിക്കാനും ഈ ദുരന്തത്തെ മറികടക്കാൻ കേരളത്തെ സഹായിക്കാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്താനുമുള്ള നടപടികളുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ സാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ? സാർ, അവിടെ പുനരധിവാസ പ്രവർത്തനത്തിനുണ്ടായ തടസ്സം എന്താണ്? സ്പോൺസർമാരോട് സ്ഥലം പറയാൻ, വീട് കെട്ടാൻ പറയാൻ ആദ്യം സ്ഥലം ഉണ്ടാകണ്ടേ സാർ? ദുരന്തബാധിതരോട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൂടിയാലോചിച്ച് എവിടെ പുനരധിവാസം വേണം എന്ന് പറഞ്ഞത് ആരാ സാർ? ആഗസ്റ്റ് 23-ാം തീയതി ചീഫ് സെക്രട്ടറി അവിടെ നേരിട്ട് സന്ദർശിച്ച് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്തബാധിതരോട് ഉൾപ്പെടെ ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരമാവധി മേപ്പാടിയിൽ വേണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വേണം. സർ, 9 എസ്റ്റേറ്റുകൾ കണ്ടെത്തി, 25 ആദ്യം കണ്ടെത്തി, പിന്നെ അത് 9ആക്കി ചുരുക്കി. അങ്ങേക്കറിയാം, അതിൽ കോട്ടനാട്, താഴെയരിപ്പറ്റ, ചുണ്ടേൽ, ഈസ്റ്റ് ചുണ്ടേൽ, നെടുമ്പാല, കൽപ്പറ്റയിൽ എൽസ്റ്റോൺ, ഓടത്തോട് എൽസ്റ്റോൺ, വെള്ളരിമലയിലെ പുതുക്കൊല്ലി. അതിൽ നിന്ന് ഏറ്റവും പറ്റുന്ന 2 എസ്റ്റേറ്റുകൾ എൽസ്റ്റോണും നെടുമ്പാലയും. സാർ, എന്നാ പ്രഖ്യാപിച്ചത്? ജൂലൈ 30-ന് ഈ ദുരന്തമുണ്ടായി 64 ദിവസം കഴിഞ്ഞ ഒക്ടോബർ 3-ന് ചേർന്ന കേരളത്തിലെ ക്യാബിനറ്റ് യോഗം ആ 2 ഭൂമിയും ഏറ്റെടുക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു സാർ. അന്ന് ആ ഭൂമി ഏറ്റെടുത്ത നടപടികളിൽ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വീടുകളുടെ ലിൻഡൽ വാർക്കേണ്ടി വന്ന ഘട്ടത്തിലേക്ക് പോയനെ സാർ. 4-ാം തീയതി, ഒരു ദിവസം കൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. കോടതിയിൽ കേസുമായി പോയി സാർ. ആ പിന്നെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ കേസുമായി പോയത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അവിടെ കേസുമായി പോയപ്പോൾ കോടതി പറഞ്ഞു, അവിടെയുള്ള ഒരു നടപടിയും, അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഒരു നടപടിയും നാം നടത്തിക്കൂടാ. അത് നടത്തുകയെങ്കിലും ചെയ്തെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറുമായിരുന്നു. അവിടെ ജിയോഗ്രാഫിക്കൽ സർവേ വേണം, സോയിൽ ടെസ്റ്റ് വേണം, ഹൈഡ്രോളജിക്കൽ സർവേ വേണം. സാർ, ഡിസംബർ 27-നാണ് ആ ഭൂമി നൽകാൻ, അവിടെ പ്രവേശിക്കാൻ കോടതി അനുവാദം നൽകുന്നത്. ഡിസംബർ 27-ന് ആ നടപടി പ്രഖ്യാപിച്ച് ജനുവരി 1-ാം തീയതി ഇന്ത്യയുടെ ലോകത്തിന്റെ ആദ്യ ദിനത്തിൽ, വർഷാദ്യത്തിൽ ജനുവരി 1-ാം തീയതി 4 ദിവസം കൊണ്ട് കിഫ്കോണിനെ നടത്തിപ്പ് കമ്മിറ്റിയായി, ULCCയെ അതിന്റെ സംവിധാനങ്ങളായി, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നിരീക്ഷണ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന പരിശോധനാ കമ്മിറ്റി, ഒരു സ്പെഷ്യൽ ഓഫീസർ. സാർ, 4 ദിവസം കൊണ്ട് ആ നടപടിക്രമങ്ങളുമായി പോയി. LARR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ എത്ര കാലതാമസം വേണ്ടിവരും എന്ന ആളുകൾക്കറിയാം. എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബോണ്ടിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അടിയന്തരമായി അവിടെയുള്ള മനുഷ്യർക്ക് പുനരധിവാസം നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രശ്നമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബോണ്ടിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേയും ജിയോളജിക്കൽ സർവേയും ഹൈഡ്രോളജിക്കൽ സർവേയും സോയിൽ ടെസ്റ്റിങ്ങും ഉൾപ്പെടെ കഴിഞ്ഞ് ഭൂമി ബോണ്ട് അനുസരിച്ച് 10 ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടി പോയി എന്ന് മാത്രമല്ല സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, മരണപ്പെട്ടവരായി കാണാതായവരെ പ്രഖ്യാപിച്ച ഇത്ര വേഗത്തിലുള്ളൊരു സംവിധാനം എവിടെയായിരുന്നു സാർ? മരണപ്പെട്ടവരെ
മരണപ്പെട്ടവരായി 32 പേരെ കൂടി പ്രഖ്യാപിച്ച് ആ നടപടിക്രമങ്ങൾക്ക് വളരെ വേഗതയിൽ നഷ്ടപരിഹാരം കൊടുത്ത് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. സാറിൻ്റെ സമയ നിബന്ധനയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സാർ, കേരളത്തിലെ ഈ ചൂരൽമല പ്രദേശത്തുള്ള എല്ലാ ബാങ്കുകളിലുമായി അവരുടെ കടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നു, ഇന്ത്യയുടെ അവകാശമാണ് ആ കടങ്ങൾ എഴുതിത്തള്ളണം. ആ കടങ്ങൾ എഴുതിത്തള്ളാത്ത പക്ഷം കേരളത്തിലെ വിവിധങ്ങളായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവിടെയുള്ള മുഴുവൻ കടബാധിതരുമായി ആ കാര്യങ്ങൾ ആവശ്യമായ വിധത്തിൽ എല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും, എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടി ആലോചിക്കും. നിങ്ങളുമില്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ടാകും, പക്ഷേ ചൂരൽമലയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സാർ, മൈക്രോ പ്ലാനിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. മൈക്രോ പ്ലാൻ ദുരന്തം നേരിട്ടോ അല്ലാതെയോ ബാധിച്ച 1112 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനും അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഹ്രസ്വകാല ദീർഘകാല ഇടപെടലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മൈക്രോ പ്ലാൻ. സാർ, ആരോഗ്യത്തിൽ 1290 കുടുംബങ്ങൾ, പോഷകാഹാരത്തിൽ 323, വിദ്യാഭ്യാസത്തിൽ 750, ഉപജീവനത്തിൽ 1890. ഞാൻ വായിക്കുന്നില്ല സാർ, നടപടികൾ എടുത്തു മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പോസിറ്റീവായ കാര്യമാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ ആളുകൾ കേട്ടാൽ ചെറിയ നെഗറ്റീവാണെന്ന് തോന്നും. കേരളത്തെക്കുറിച്ച് എന്ത് കരുതും സാർ? കേരളം തുടർ ചികിത്സയ്ക്ക് പണം കൊടുക്കാത്ത സ്ഥലമാണ് സാർ. തുടർ ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ മാനദണ്ഡം. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, ദീർഘചികിത്സ. ഞാൻ പറയാം, ദീർഘചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൗജന്യ ചികിത്സ ബില്ലുകൾ DMOക്ക് സമർപ്പിക്കുന്ന പക്ഷ നടപടി. അടിയന്തര ചികിത്സയ്ക്ക് KSP എംപാനൽ ചെയ്ത ആശുപത്രികളിൽ അടിയന്തര ചികിത്സ ബില്ലുകൾ പിന്നീട് നൽകുക. 5 ലക്ഷം രൂപയുടെ ഒന്നും ഒരു ബാധ്യതയില്ല സാർ. ഞാൻ എങ്ങനെ തന്നെ വിചാരിച്ചാലും കേരളത്തിലെ ജനങ്ങളോട്, ഈ സഭയോട് ഹൃദയത്തിൽ തൊട്ട് പറയുന്നു, അവിടെ തുടർ ചികിത്സയോ അടിയന്തര ചികിത്സയോ വേണ്ടി വന്ന ആരെല്ലാം ഉണ്ടായാലും, ഇനി എത്ര കാലം ആർക്കെല്ലാം വേണ്ടി വന്നാലും അതിൻ്റെ പൂർണ്ണമായ പണം കേരളത്തിലെ ഗവൺമെന്റ് വഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 5 ലക്ഷം എന്തെങ്കിലും സാങ്കേതിക തടസ്സമായിരിക്കും, ആ കാര്യം നമുക്ക് നോക്കാം. ഒരു പ്രയാസവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല സാർ. തെറ്റായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ കേരളത്തെക്കുറിച്ച് കുറെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുമോ സാർ? ആ ദുരന്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേട്ടതല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന ഭരണപക്ഷമല്ല, ഈ പ്രതിപക്ഷവും കൂടി നമ്മൾ കേരളം ആ ദുരന്ത നിവാരണ സ്ഥലത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മുന്നേറിയപ്പോ അതുവരെ ഭക്ഷണ വിതരണ സംഘം കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ അവിടെ ഉണ്ടായി സാർ. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുക സാർ? അതുവരെ ദുരന്ത നിവാരണ സ്ഥലത്ത് ഒരിടത്തും കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ നമ്മുടെ നാട്ടിലുണ്ടായി. എവിടെയാ ബ്രെഡ് പൂക്കുക? കൊടുക്കാത്ത ബ്രെഡ് സാർ. ആഗസ്റ്റ് 17 കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടം, അത് ആഗസ്റ്റ് 23 കോടതിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടം, ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന മുഖവരയോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും മൃതദേഹം നടപടിക്ക് വിധേയമാക്കാൻ കേരള ഗവൺമെന്റ് പണം മേടിച്ചു എന്ന് പ്രചരിപ്പിച്ച നടപടി കേരളത്തിലുണ്ടായില്ലേ? സർക്കാർ ഭയക്കുന്നില്ല സാർ. ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. ഈ 2B ലിസ്റ്റ് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. 8th GLPSC സ്കൂള്, പുഞ്ചിരിമുറ്റം ബണറാണി, മുണ്ടക്കൈ പുഞ്ചിരിമുറ്റം, ചൂരൽമല മുണ്ടക്കൈ 11ാം വാർഡിൽ, ചൂരൽമല ഹൈസ്കൂൾ റോഡ്, ഫോർമെൻ റോഡ്, ന്യൂ വില്ലേജ് ഓഫീസ് റോഡ്, ന്യൂ വില്ലേജ് ഗോപിമൂല റോഡ്, അട്ടാമല റോഡ് 12ഉം 10ഉം വാർഡുകളിൽ സാർ ഇവിടെ താമസിക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റിന് അറിയാതെയാണോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അറിയാവുന്നതല്ല, നമ്മൾ ഒരുമിച്ച് പോയതല്ലേ എവിടെയെല്ലാം. അവിടെയുള്ള പ്രശ്നങ്ങളിൽ 2B ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അവിടെ നമ്മളൊരു ഐസൊലേറ്റഡ് എന്ന നിർവചനം എങ്ങനെയുണ്ടാവുക? അവിടേക്ക് പോകാൻ പറ്റാതെ ഒറ്റപ്പെടുന്നവർ. നേരത്തെ പറഞ്ഞ സാസ്കിയിലോ 120 കോടിയിലോ വെച്ച് അവിടെ വീട് നിർമ്മിച്ച് അവിടെ റോഡ് നിർമ്മിച്ചവർക്ക് പോകാനുള്ള വഴി എത്തിയാൽ പിന്നെ പുതിയ വീടിന്റെ ആവശ്യം ഉണ്ടാകില്ല സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി നൽകാം. അവരുടെ പരാതി സർക്കാർ കേൾക്കും. ആ പരാതിയിൽ പോസിറ്റീവായ നടപടി ഉണ്ടാകും. അങ്ങനെ പോകും വരെ, അവിടേക്ക് വീടുകളിൽ തിരിച്ചു പോകും വരെ, അങ്ങനെ ഒറ്റപ്പെട്ട് വഴിയില്ലാത്തവരുടെ
6000 രൂപ CMDRF-ൽ നിന്ന് കൊടുക്കുന്ന നടപടി ഒരു ദിവസവും വൈകാതെ കൃത്യമായി അവർക്ക് കൊടുക്കും. അതിനുള്ള നടപടി കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കും. സാർ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വ്യവസായികളെ, ചൂരൽമലയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ചൂരൽമല ജംഗ്ഷന് അങ്ങോട്ടുകൂടി ആലോചിച്ചായിരിക്കും. നോഗോ സോണിൽ പെടാത്ത സ്വകാര്യ ഭൂമികൾ ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ചൂരൽമലയ്ക്ക് ഒരു പുതിയ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. സാർ, ചൂരൽമലയ്ക്ക് ഉണ്ടാകുന്ന പുതിയ ഡിസൈൻ മാത്രമല്ല, ചൂരൽമലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ പുനരധിവസിപ്പിക്കുന്നതിന് അങ്ങ് വ്യാപാരികളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അവിടെ ജീപ്പ് ഓടിക്കുന്നവർ ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ച് കണ്ടതാണ്. 600ഓളം ജീപ്പ് ഡ്രൈവർമാരുണ്ട്. അവർക്ക് പോകാൻ ഇനി ഇടയില്ല. അവരുടെ ജീപ്പ് തകർന്നിട്ടില്ല. അവരെ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകാൻ വേണ്ടി പോവുക. സാർ, ഒരൊറ്റ ദുരന്ത ബാധിതനെയും അവിടെ ഒറ്റപ്പെടുത്തില്ല. ഈ ദുരന്തത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമുള്ള ഒരാളെയും അവിടെ ഒറ്റപ്പെടുത്തില്ല. ഏതെങ്കിലും വിധത്തിൽ ലിസ്റ്റിൽപ്പെടാത്തവർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ, ഞാൻ ആ പഞ്ചായത്തിനെയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനത്തെയോ സാർ ഒരു ഘട്ടത്തിലും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞത് പറയാം സാർ. ഞാൻ പറഞ്ഞത് ഇവിടെ ആവർത്തിച്ചതുപോലെ സർക്കാർ ലിസ്റ്റ് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആരാണ് എന്ന് ഞാൻ പറഞ്ഞു. സാർ, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായ DDMA ആണ്. അവര് എല്ലാം അംഗീകരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. അവര് കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി തയ്യാറാക്കിയ കരടാണ്. അതിൽ പരാതി ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ സമയമുണ്ട്. DDMAക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ മാത്രമേ സർക്കാർ ഇടപെടൂ. നേരത്തെ സർക്കാർ ഇടപെട്ടാൽ അത് സ്വജനപക്ഷപാതത്തിന് തുല്യമാകും. അങ്ങനെ ഇടപെടാൻ പാടില്ല. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഇടപെടാൻ പാടില്ല. സാർ, നമുക്കൊരു ധാരണയുണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം മനുഷ്യത്വരഹിതമായ ക്രൂരമായ നടപടിക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ചൂരൽമലയിലെ ടൗൺഷിപ്പ് അവരുടെ ആവശ്യമാണ്. സാർ, നേരത്തെ പറഞ്ഞതുപോലെ സ്പോൺസർമാർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ അവരെവിടെ ഭൂമി മേടിക്കും? സാർ, ആ വയനാട്ടിലെ മഹാഭൂരിപക്ഷം ഭൂമികളും മേടിച്ചവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മഹാഭൂരിപക്ഷം ഭൂമികളും 81(3) എക്സെപ്ഷൻ പ്രകാരം എസ്റ്റേറ്റ് ആയതോ അല്ലെങ്കിൽ KLR ആക്ട് അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടുപാടുകളിൽ കിടക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി നമുക്ക് പണം കൊടുത്ത് ഏറ്റെടുത്ത് അവർക്ക് കൊടുത്താൽ മാത്രമേ സ്ഥായിയായ സംവിധാനം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സാർ, ഒരു വൈകല്യമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കൂടിയാലോചിക്കാം. ഒരു പ്രയാസങ്ങളുമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ മഹനീയമായ കേരളത്തിന്റെ പുനർനിർമ്മാണ ഈ പ്രവർത്തനത്തെ, പുനരധിവാസ പ്രവർത്തനത്തെ ഒരു മനസ്സായി നിന്നുകൊണ്ട് നമുക്ക് അംഗീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗം മറ്റു പ്രത്യേക കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ട് അത്തരം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നടപടിയെടുത്ത കാര്യങ്ങളാണെന്നും ഏതെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് ആലോചിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, മുണ്ടകൈ ചൂരൽമല ദുരന്തമുണ്ടായ അന്നു മുതൽ ഇന്നുവരെ സർക്കാർ നടത്തുന്ന എല്ലാ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണയാണ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നുവരെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലെൻസ് വച്ച് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെറുതായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് പരിശോധിച്ച് അതിനെ ഊതി വീർപ്പിച്ച് വലിയ വിഷയമാക്കി ഞങ്ങൾ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ 8-ാം മാസത്തിലേക്ക് കടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ജൂലൈ 30-ാം തീയതി നടന്ന ദുരന്തം കഴിഞ്ഞിട്ട് 8-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു കാര്യം ബഹുമാനപ്പെട്ട അവതാരകൻ ശ്രീ സിദ്ദിഖ് MLA-യും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും പറഞ്ഞതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായ ക്രൂരമായ അവഗണനയാണ് കേരളത്തോട് ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം നിരന്തരമായി വയനാട്ടിലെ മരിച്ചവരുടെ റെഫറൻസ് നടത്തിയ ഘട്ടത്തിൽ പോലും വളരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. തെറ്റായ നടപടിയാണ്. കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയും അവർ നമ്മളെ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്തുള്ളവരല്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുകയാണ്. L3 കാറ്റഗറിയിൽപ്പെട്ട് അതിതീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് കടം തരാം,
പലിശയില്ലാത്ത കടം തരാം എന്നുള്ളൊരു ഔദാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നത്. അതിനെതിരായിട്ട് ഏതറ്റം വരെ പോരാടാൻ കേരളത്തിൽ നിന്നുള്ള UDF MP-മാരോടും ഞങ്ങൾ കർശനമായി ഈ വിഷയങ്ങൾ പാർലമെൻറ്റിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഈ വിഷയങ്ങൾ ശക്തമായി അവതരിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർ, ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയം കൊണ്ടുവന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് സിദ്ദിഖ് പറഞ്ഞ അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പരിക്ക് പറ്റിയവരുടെ ചികിത്സ അവർക്ക് സ്വയം നടത്തേണ്ടി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. സർ, ഞങ്ങളെല്ലാം അതിനുശേഷം പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന ആളുകൾക്ക് പോലും തന്നെത്താൻ ചികിത്സ നടത്തേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എല്ലാ ചികിത്സയും കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചു. സർ, എന്താണ് ആ തീരുമാനം എടുത്തത്? ഫെബ്രുവരി 22-ാം തീയതി 2025 കഴിഞ്ഞ മാസം അന്നാണ് തീരുമാനം എടുക്കുന്നത്. എന്താണെന്ന് അറിയാമോ? തീരുമാനം എടുക്കേണ്ടത് അവിടെ ഈ പറയുന്ന ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് ചികിത്സാ ചെലവുകൾ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം തീരുമാനിക്കാനുള്ള യോഗം കൂടി ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്തയക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ്. അല്ല റെഗുലറൈസേഷൻ അല്ല. അന്നാണ് ആ യോഗത്തിൽ വെച്ച് അതിൽ പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അതിൻ്റെ അകത്തെ വിശദാംശങ്ങൾ ഗൂഗിൾ മീറ്റിംഗ് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ആളുകളുടെ പരാതിയും സമരങ്ങളും നിരന്തരമായ സമരങ്ങൾ വന്നിട്ടാണ്. സാർ, കഴിഞ്ഞ 7 മാസക്കാലം അവർ ചികിത്സ നേടിയിരുന്നത് സ്വന്തം പോക്കറ്റിലെ പണമെടുത്തും ആരുടെയെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായിരുന്നു. സാർ, ഇത്രയും പേർക്ക് ദുരന്തം ഉണ്ടായിട്ട് അവർക്കൊരു ചികിത്സ കൊടുക്കാൻ പോലും ഉള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് സാർ. സാർ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ചില ഏജൻസികൾ വന്ന് MLA മുൻകൈയെടുത്ത് നടപ്പാക്കി എന്നല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടോ സാർ? ഉന്നത വിദ്യാഭ്യാസം അതിനകത്ത് എന്ത് നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത്? ചില ഏജൻസികൾ വന്ന് ചിലർക്ക് സഹായം നൽകി എന്നല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും. കാരണം എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? എങ്ങനെയാണ്? പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അവരുടെ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ ഹോസ്റ്റൽ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ വിദ്യാഭ്യാസ ചെലവ് എങ്ങനെ കൊടുക്കും? എന്ത് നടപടിയാണ് സാർ സർക്കാർ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സാർ, മുതിർന്ന ആളുകളുണ്ട്, പ്രായമായ ആളുകൾ, അവരുടെ ആരോഗ്യം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു നയാ പൈസ സാർ കയ്യിലില്ല. ഒരു നയാ പൈസ. അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ മുതിർന്ന ആളുകൾക്ക്, ഡയബറ്റിക് പേഷ്യന്റിന് പോലും മരുന്ന് മേടിക്കാൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്. നമ്മളോടൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അത് മതിയോ? മുതിർന്ന ആളുകളുടെ ആരോഗ്യം, ഈ വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം ആരും നോക്കും സാർ? എല്ലാ ദിവസവും 300 രൂപ കൊടുത്തിരുന്നു. ശരിയാണ്, 3 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഇപ്പൊ കൊടുക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ട് 9 മാസത്തേക്ക്. പക്ഷെ കൊടുക്കുന്നില്ല സാർ, അവർക്ക് കിട്ടുന്നില്ല പണം. അതുകൊണ്ടല്ലേ MLA തന്നെ വന്ന് ഈ ഹൗസിൽ വന്ന് പരാതി പറയുന്നത്. സാറേ, അവർ അങ്ങേക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്തായിരിക്കും. KSTMയുടെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ 3 മാസത്തേക്ക് അവിടെ പണം കൊടുക്കാനുള്ള അധികാരം KSTMയ്ക്കുള്ളൂ. NDMയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് വേണം സാർ? ഇത് ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നടപടിക്രമം വേണം സാർ. അത് പ്രഖ്യാപിക്കാനുള്ള കത്ത് വരെ തന്നത് ഡിസംബർ 30-നാണ് സാർ. അത് കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് അത് ചെയ്യേണ്ടത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, അവരോട് നിർദ്ദേശിച്ചു. ആ പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ അത് കൊടുക്കുകയും ചെയ്യും. സാർ, 3 മാസം കഴിഞ്ഞാൽ ഇത് പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇവരുടെ പുനരധിവാസം അനിശ്ചിതമായി വൈകുകയാണ്. ഇപ്പൊ എങ്ങനെ നമുക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അവരെങ്ങനെയാണ് സാർ ജീവിക്കുന്നത്? ഗവൺമെന്റിന് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുക്കാമല്ലോ. ഈ 3 മാസം കഴിഞ്ഞുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ അങ്ങ് ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും സാർ? ഒരു മരുന്നെങ്ങനെ മേടിക്കും? അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരു കിറ്റാണ് കൊടുത്തത്. അവരതിന് പോയതിനു ശേഷം ഒരു കിറ്റാണ് സാർ ജീവിക്കാൻ. അവിടെ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളതിനെ അഡ്രസ് ചെയ്യുന്നില്ല സാർ. ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതിയ തൊഴിൽ കൊടുക്കാനുള്ള
എന്തെങ്കിലും സംവിധാനം നമ്മൾ ഈ 8 മാസമായിട്ട് ചെയ്തു? കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് ഏതെങ്കിലും പൊതുവായ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തോ? സർ, ഞങ്ങൾ പറഞ്ഞത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നാണ്. ഓരോ കുടുംബത്തിലെ ഓരോ സ്ഥിതിയാണ്. ചില വീട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമാണ്. അത് പ്രത്യേകമായ രീതിയിൽ അഡ്രസ് ചെയ്യണം. ചില സ്ഥലത്ത് കുട്ടികൾ പോയി, മക്കൾ പോയി, കൊച്ചുമക്കൾ പോയി, പ്രായമായ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകളാണ്. അവരെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? അവരുടെ വിഷയം അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതല്ലേ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബശ്രീ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഉണ്ടാക്കി, 6.5 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കി. പൈസ കൊടുത്തില്ല, പാക്കേജ് കടലാസിൽ ഉറങ്ങിയാണ്. 8 മാസമായി പാക്കേജ് കടലാസിൽ ഉറങ്ങിയാണ്. 1 രൂപ കുടുംബശ്രീയുടെ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ അംഗീകരിച്ച പ്രോജക്റ്റ് അല്ലേ, നിങ്ങൾ കൊടുത്തില്ല. അതുപോലെ സർ, വായ്പകളുടെ തിരിച്ചടവ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നടപടി സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്മൾ ആലോചിക്കണ്ടേ? 30 കോടിയല്ലേ സ്റ്റേറ്റ് ബാങ്ക് കൊടുത്തു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF നേതൃത്വത്തിലുള്ള കാർഷിക ബാങ്ക് 1 കോടി ചില്ലാൻ കടമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിനോട് അനുമതി ചോദിച്ചു, അനുമതി കിട്ടിയിട്ടില്ല. ഞങ്ങളാണ് അവരോട് വിളിച്ചു പറഞ്ഞത്, കാർഷിക ബാങ്കിന്റെ കടമുണ്ടെങ്കിൽ വായ്പ എഴുതി തള്ളണം. പക്ഷെ അവർക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടില്ല. സാർ, കേന്ദ്ര സർക്കാർ ഈ 30 കോടി രൂപയുടെ ഈ പാവപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളിയില്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആലോചിക്കണ്ടേ? അവർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇയർ എൻഡിംഗ് ആണ്. ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. അവിടെ ജപ്തി ചെയ്യാനൊന്നും ഒന്നുമില്ല. എന്നാലും ബാങ്കിൽ ബാധ്യതയല്ലേ? വേറൊരു കാര്യത്തിന് ലോൺ എടുക്കാൻ പറ്റുമോ? സിബിൽ സ്കോർ പോയില്ലേ? 8 മാസമായി ഈ ലോൺ എടുത്ത മുഴുവൻ, എല്ലാ വീട്ടിലും ഒരു ലോൺ ഉണ്ടാവില്ലേ സാർ? ആ ലോൺ അടയ്ക്കാത്ത എല്ലാവരുടെയും സിബിൽ സ്കോർ പോയി. ഒരു നയാ പൈസ അവർക്കൊന്നും കേരളത്തിലെ ഒരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടില്ല ഇത് പൂർത്തിയാക്കാതെ. അത്രയും ഗുരുതരമായ വിഷയമാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കുടുംബങ്ങൾക്ക്. അത്രയും വലിയ പ്രശ്നങ്ങളാണ് സാർ. അതുപോലെ നഷ്ടപ്പെട്ട രേഖകൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മന്ദഗതിയിലാണ് സാർ, മന്ദഗതിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, 8 മാസമായിട്ട് ഒരു ലിസ്റ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ല ദുരന്തബാധിതരുടെ. അങ്ങ് 1 ലിസ്റ്റ് പറഞ്ഞു, 2 ലിസ്റ്റ് പറഞ്ഞു, 3 ലിസ്റ്റ് പറഞ്ഞു. ഇപ്പോഴും കംപ്ലൈന്റ്, ആദ്യത്തെ ലിസ്റ്റിന്റെ കംപ്ലൈന്റ് കൊടുക്കേണ്ട ദിവസം മാർച്ച് 13-ാം തീയതി. സാർ, 8 മാസമായിട്ട് ഇപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. കേരളത്തിലെ ഏറ്റവും 2000 വീടുകൾ തകർന്നു, 3000-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു, 22 സ്കൂളുകളിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, 500-ലേറെ കർഷകരുടെ കൃഷിസ്ഥലങ്ങളിലെല്ലാം പോയി, ഒരുപാട് ഇത് പോയി. ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി 20 ഇരട്ടി ഉണ്ട് നഷ്ടമുണ്ടായത്. സാർ, വിത്തിൻ 1 മന്ത്, 1 മാസം കൊണ്ട് മുഴുവൻ ആളുകളുടെയും ദുരന്തബാധിതരുടെയും ലിസ്റ്റ് തയ്യാറാക്കി. ഞാനല്ല തയ്യാറാക്കിയത്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഈ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് 1 മാസം. സാർ, ഇത് ആ പഞ്ചായത്തിലെ 3 വാർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? 10, 300, 400 അല്ലെങ്കിൽ 500 പേരെ ബാധിക്കുന്ന വിഷയമാണ്. ദുരന്തബാധിതരുടെ ലിസ്റ്റ് ഈ 8-ാം മാസമായിട്ടും അന്തിമമായ ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പറയാതിരിക്കാൻ പറ്റുമോ? ഈ ഹൗസിൽ വന്ന് ഞങ്ങൾക്ക് ഈ പരാതി പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് ഗൗരവമുള്ള സാർ വിഷയം. ഇവിടെ ആ ലിസ്റ്റിൽ ഇപ്പോഴും കോൺട്രഡിക്ഷൻ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പേരുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖിന് ഇവിടെ സമയം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയായിരുന്നത്. ഇഷ്ടം പോലെ ആളുകളുടെ പേര്, റഷീദുണ്ട്, കറുപ്പയ്യനുണ്ട്, സാജനുണ്ട്, അലിയാരുകുട്ടിയുണ്ട്, നിരവധി ആളുകളുടെ പേരുണ്ട് ദുരന്തബാധിതരാ. നിങ്ങൾ ഈ 3 ലിസ്റ്റ് ഇറക്കിയിട്ടും ആ 3 ലിസ്റ്റിലില്ല. എന്ത് ചെയ്യും സാർ? അവരെന്ത് ചെയ്യും? പിന്നെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ? ചില സ്ഥലത്ത് ഈ ദുരന്തം കണക്കാക്കിയിരിക്കുന്ന സ്ഥലത്ത് 80-90% പേര്, 80% ആളുകളെ ആ ലിസ്റ്റിൽപ്പെടുത്തി. ബാക്കി 10-20% ആളുകളോട് അവിടെ ജീവിക്കാൻ പറഞ്ഞേക്കുക. അവരെങ്ങനെ ജീവിക്കും സാർ? ചെളിയെ ഒലിച്ചു പോയിരിക്കുന്ന സ്ഥലമാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല. 2ാമത്തെ ലിസ്റ്റിൽ അപാകതയാണ്. പിന്നെ ഒരു പാലത്തിൻ്റെ അപ്പുറത്തേക്ക്, ഒരു ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ വേനൽക്കാലത്ത് പോലും 3 മണി കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് നിബന്ധന. അപ്പം ഈ വരാൻ പോകുന്ന ഈ മഴക്കാലത്ത് അവരവിടെ എങ്ങനെ ജീവിക്കും സാർ? എത്രമാത്രം പ്രശ്നങ്ങളാണ്! ഈ ലിസ്റ്റിൽ മുഴുവൻ അപാകതകളുടെ കൂമ്പാരമാണ്
സാർ DDMA ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ചെയ്യണം. നമുക്ക് എന്താ ലിസ്റ്റിന്റെ ബേസ് എങ്ങനെയാണ്? കറണ്ട് ബില്ല് അടയ്ക്കുന്നവരുടെ, അല്ലേ, വെള്ളക്കരം അടയ്ക്കുന്നവരുടെ, പഞ്ചായത്തിലെ കരമടയ്ക്കുന്നവരുടെ, വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നവരുടെ ഈ ലിസ്റ്റ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് നല്ല ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റും ഈ DDMAയുടെ ലിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളാണെന്ന് അവിടെ പോയി യോഗം കൂടിയിട്ട് പറഞ്ഞത്, ഞങ്ങളാണ് ഈ സജഷൻ വെച്ചത്. വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നത്, പഞ്ചായത്തിലെ, ഇലക്ട്രിസിറ്റി ബോർഡിലെ, വാട്ടർ അതോറിറ്റിയിലെ, ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരാൾ വിട്ടുപോകാതെ. ആ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. അത് DDMAയുടെ ലിസ്റ്റിൽ അതിൽ പലരും ഇല്ല. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പലരും ഇല്ല. 8 മാസമായിട്ടും നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയി എന്ന് പറയുന്നത് സാർ ശരിയല്ല. സാർ ഇതുപോലെ ഈ കടകളൊക്കെ നഷ്ടപ്പെട്ടു, ജീവനോപാധി നഷ്ടപ്പെട്ടു. സാർ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട്? അതേ സ്ഥലത്താണെങ്കിൽ അതേ സ്ഥലത്ത് ആ ടൗണിൽ കടകൾ സ്ഥാപിക്കാൻ കൊടുക്കണ്ടേ? ഇപ്പൊ സന്നദ്ധ സംഘടനകൾ ചില കടകൾ ശരിയാക്കി കൊടുത്തു. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ കൊടുക്കുന്നില്ല. ആ കടകൾക്ക്. തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് കണക്ഷൻ എടുത്തപ്പോൾ KSEB വന്ന കണക്ഷൻ കട്ട് ചെയ്ത്. ആരോടാ? ഈ പാവങ്ങളോട്. എന്നിട്ട് ബില്ല് അയക്കുകയാണ്. നേരത്തെയുള്ള ബില്ല് അയച്ചുകൊണ്ടിരിക്കുക. KSEBയുടെ ബില്ലും വാട്ടർ അതോറിറ്റിയുടെ ബില്ലും ഈ പാവങ്ങളുടെ കയ്യിലേക്ക് സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ ടൗൺഷിപ്പിന്റെ പ്രശ്നം പറഞ്ഞു. ഞങ്ങളെല്ലാം സഹകരിച്ചാണല്ലോ അതുമായിട്ട്. ഞങ്ങളെല്ലാം സ്വന്തമായി ഭൂമിയെടുത്ത് അവിടെ വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ 100 വീട്, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട്, കർണാടക ഗവൺമെൻറ്റിൻ്റെ 100 വീട്, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീട്, അതാണ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞത്. ഞങ്ങൾ സ്ഥലമെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഈ ടൗൺഷിപ്പിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. നിങ്ങൾ കേസ് ഉണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് സ്ഥലമെടുത്തത്? നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നിങ്ങൾ സ്ഥലമെടുത്ത് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ്. അവരുടെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. സാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് സ്ഥലം എടുക്കാൻ പറ്റുമോ? താൽക്കാലികമായിട്ടാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞോ, സംശയം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് പറഞ്ഞ ആദ്യത്തെ കോടതി മുതൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത് LARR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കാലതാമസമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ അനുവാദം വേണം. എന്നാൽ LARR 2013 നഷ്ടപരിഹാര തുക കണക്കാക്കി നൽകുന്നതിൽ വിരോധമില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് 27/12/2025 കോടതി അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാമെന്നും, എന്നാൽ ആ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോൾ പിന്നീട് വേണ്ട നഷ്ടപരിഹാരം LARR 2013 എല്ലാ സെക്ഷൻ വേണ്ട സാർ 26 മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കണം എന്നും നിശ്ചയിച്ചു. സാർ, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കേസ് കൂടി കോടതിയിൽ വന്നു. കോടതി പറഞ്ഞെന്താ സാർ? ആ കേസ് നടക്കുന്നതിനിടയിൽ ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത നടപടിയെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുക ഒരു തടസ്സമില്ല. ആളുകളെ ആശങ്കപ്പെടുത്തരുത്. 27-ാം തീയതി അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതനുസരിച്ചിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റും ഇപ്പൊ ആ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കുക ഒരു തർക്കവും കോടതി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇത് വൈകാനുണ്ടായ കാരണമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് ടെമ്പററി പർപ്പസിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പെർമനന്റ് ആയിട്ടുള്ള ഭൂമി പണം കൊടുക്കാതെ ഏറ്റെടുക്കാൻ പറ്റില്ല. പണം കൊടുക്കാതെ ആയപ്പോഴാണ് അവർ കോടതി പോയത്. ആ ഡിലേ ആണ്, ഞാനിത് തീർത്തോട്ടെ, ആ ഡിലേ ആണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സാർ, ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ഒരാൾ ലോറിയോടുകൂടി കാണാതെ പോയി. അയാൾ എത്ര ദിവസമാണ് സാർ തെരച്ചിൽ നടത്തിയത്? അർജുൻ്റെ കാര്യത്തിൽ 73 ദിവസമാണ് തെരച്ചിൽ നടത്തി ആ ലോറിയും കണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ മഴ ഉണ്ടായപ്പോൾ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചു, ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അന്ന് നമ്മുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ കർണാടക ഗവൺമെന്റിനെ, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, രൂക്ഷമായി വിമർശിച്ചു കർണാടക ഗവൺമെന്റിനെ. അവിടുത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ആ അന്വേഷണം ആരംഭിച്ച് ഈ ലോറിയും ഈ ആളെയും അർജുനെയും കിട്ടുന്നത് വരെ അവരവിടെ കംപ്ലീറ്റ് നടത്തി. മനസ്സിലായല്ലോ? നടത്തി. ഇവിടെ 33 പേരെ കാണാതായിട്ടുണ്ട്. 33 പേരെ. സാർ, എന്ന് അവസാനിപ്പിച്ചാണ് അന്വേഷണം? നിങ്ങൾ എത്ര ദിവസം തെരച്ചിൽ നടത്തി? നിങ്ങൾ പ്രധാനമന്ത്രി ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഡേറ്റ് ഒക്കെ ഉണ്ട്, ഞാൻ സമയക്കുറവ് മൂലം ദീർഘിപ്പിക്കുന്നില്ല. സാർ, നിർത്തി ഇറങ്ങിപ്പോന്നു. ഇനി 32 പേരെ കാണാതായിട്ട് പ്രഖ്യാപിച്ചു.
എത്ര ദിവസമായി സാർ പ്രഖ്യാപിച്ചിട്ട്? കാണാതായി. അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ആ കുടുംബത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല. എനിക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ സംസാരിക്കല്ലേ? ഞാൻ പറയുന്നത് ഇതിന്റെയൊക്കെ തീരുമാനം നിങ്ങൾ എത്രയോ മാസം മുമ്പ് തെരച്ചിൽ അവസാനിപ്പിച്ചാണ്. എത്രയോ മാസം മുമ്പ് അവിടെ തെരച്ചിൽ അവസാനിപ്പിച്ച് 32 പേരെ കാണാതായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. ഈ നഷ്ടപ്പെട്ട ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ സാർ കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് സാർ. അവിടെ വന്യമൃഗശല്യമുണ്ട്, വ്യാപകമായി വന്യമൃഗശല്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത്. അവിടെ ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല സാർ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും അവിടെ KCB ഇട്ടിട്ടില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും. എത്ര പ്രാവശ്യം ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടു സാർ, പൂർണ്ണമായ ചികിത്സാ സഹായമില്ല, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കില്ല, കൃഷിസ്ഥലം പോയവർക്കില്ല, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് സഹായമില്ല. എന്നിട്ട് 6 ഹെലിപ്പാഡ് പണിയാൻ വേണ്ടി പൈസ കൊടുക്കുന്നവർ സാർ. അവിടെ 6 ഹെലിപ്പാഡ് പണിതാൽ മതിയോ വയനാട്ടിൽ? സാർ, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി നിൽക്കുന്നു സാർ. വളരെ വികാരവായ്പോടു കൂടിയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ടാണ്. നമ്മൾ പോകുമ്പോഴും നമ്മളും ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്ന് കരുതിയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. MLA അടക്കമുള്ള ഞങ്ങളോട് എല്ലാവരോടും നമ്മൾ ചെല്ലുമ്പോൾ പ്രതികരിക്കുന്നത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പ്രശ്നങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മരുന്നിന്റെ ചെലവ്, ജീവിക്കാനുള്ള അരി മേടിക്കാനുള്ള പണം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. വളരെ വലിയ ദുരന്തമാണ് ഉണ്ടായത്. പക്ഷേ അതിന്റെ നമ്പർ വേറെ പല സ്ഥലത്തും ഉണ്ടായ ദുരന്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് വളരെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമായിരുന്നു, പരിഹരിക്കാൻ കഴിയുമായിരുന്ന പ്രശ്നമാണ്. പക്ഷെ അനാവശ്യമായി സാർ ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനമെടുക്കാതെ, ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാതെ, ചികിത്സാ സഹായം കൊടുക്കാതെ, വിദ്യാഭ്യാസ സഹായം കൊടുക്കാതെ വയനാട്ടിലെ ഈ മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അവർ പ്രയാസത്തിലാണ് സാർ. അതിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഏറെ നേരം പ്രസംഗിച്ചു. സർ, നല്ലൊരു പ്രസംഗം അദ്ദേഹം ഇവിടെ ചെയ്തു. ഗവൺമെൻറ് ചെയ്തതൊക്കെ അങ്ങ് നുള്ളിപ്പെറുക്കി, ഒന്നും വിടാതെ നുള്ളിപ്പെറുക്കി പറഞ്ഞു. പക്ഷേ ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മൊമെൻറ്റം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. ആ മൊമെൻറ്റം എന്ന് പറഞ്ഞത് ഇത്രയും വലിയ ലോകത്ത് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ മലയാളികളായ കേരളീയരായ വ്യക്തികൾ, സംഘടനകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഒക്കെ തയ്യാറുണ്ടായിരുന്നു. നിങ്ങൾ ആ മൊമെൻറ്റം കളയാതിരുന്നാൽ മതിയായിരുന്നു. അവരൊക്കെ പുനരധിവസിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ പുനരധിവസിച്ചിട്ടുണ്ടോ? അതിന് മറുപടി പറയണം. സർ, ഞങ്ങളത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, അവിടെ റോഡ് നന്നാക്കി, അവിടെ ഹെലിപ്പാഡുണ്ടാക്കി, അതുപോലെ തന്നെ മരുന്ന് കൊടുത്തു. സർ, കൊടുത്ത മരുന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്ത 300 റുപ്യ നിർത്തി. അതിന്നിവിടെ മന്ത്രി സമ്മതിച്ചല്ലോ. ഇപ്പോൾ നിർത്തലല്ലേ നിയമം, നിർത്തല്ലാതെ പറ്റുമോ എന്നാ പറഞ്ഞത്. സർ, ഞങ്ങളൊക്കെ ഈ നാട് ഭരിച്ചിട്ടുണ്ട്. സർ, മന്ത്രിസഭ കൂടിയിട്ട് ആ ചികിത്സാ സഹായം തുടരാൻ നിങ്ങൾക്ക് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? സർ, ഞങ്ങളിപ്പോൾ ക്യാബിനറ്റിന് തീരുമാനിക്കാൻ ആ ചികിത്സാ സഹായങ്ങൾ തുടരേണ്ടതല്ലേ? സർക്കാർ ആസ്പത്രിയിൽ സൗജന്യ ചികിത്സ അവർക്ക് ലഭ്യമാണ്. അത് ഈ രാജ്യത്ത് ആദ്യം ഉണ്ടായതാണോ? ആദ്യം ഉണ്ടായതല്ലല്ലോ. സർ, ഇങ്ങനെയാണ് സർ ആ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കുറ്റം പറഞ്ഞു, കേന്ദ്രമന്ത്രി അവിടെ പ്രസംഗിച്ചത് പറയണം. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണമായിരുന്നു. ഇത്രയധികം സന്നദ്ധ സംഘടനകളും ആളുകളും ഒക്കെ ഇവിടെ വന്ന് കൈയയച്ച് സഹായിച്ചത്, മെയ് കൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും സഹായിച്ച അവർക്ക് നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ചൊരു നന്ദി നിങ്ങൾ പറഞ്ഞു. ഞാൻ കേട്ടില്ല. നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളുടെ ആ മൊമെൻറ്റം കളയാതെ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, സർക്കാരാണ് ഈ എസ്റ്റേറ്റിൻ്റെ പിന്നാലാണ്, ഈ ടൗൺഷിപ്പ് എത്ര താമസിക്കണമായിരുന്നു?
സർ ഈ ടൗൺഷിപ്പ് ഇത്ര താമസിപ്പിക്കണമായിരുന്നോ? യെസ്. സർക്കാരിന് എന്താ മെഷീനില്ല? അവിടെ പറമ്പ് നോക്കാൻ കഴിയില്ലേ? സർ ഞങ്ങൾ ഡേ 1 പറമ്പായ ഭൂമിക്ക് പോയി അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നതാണ് ഇതുവരെ യെസ്, പ്ലീസ് പ്ലീസ് 7 പ്ലീസ്. മാസം. പക്ഷെ നിങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ പറ്റും. വയനാട്ടിൽ എന്താ പറമ്പില്ലേ? അത് നിങ്ങൾക്ക് റവന്യൂ വകുപ്പിന് കണ്ടുപിടിച്ച പറമ്പില്ല. ഞങ്ങൾ വാങ്ങിയല്ലോ. യെസ്, ഡെപ്യൂട്ടി ലീഡർ പ്ലീസ്. മുട്ടിൽ നിന്ന് അധികം ദൂരമില്ലാത്ത സ്ഥലത്ത് പറമ്പ് കച്ചവടം ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ വരെ വന്നു. യെസ്. അങ്ങയുടെ ഓഫീസിൽ ഞാൻ വന്നില്ലേ? യെസ്, ഡെപ്യൂട്ടി ലീഡർ പ്ലീസ്. 2-3 പ്രാവശ്യം ഞങ്ങൾ 7 മാസം ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്നു. യെസ്. സർ ഇപ്പം തിരിഞ്ഞിട്ടാണ്. സർ അവിടെ ചികിത്സാ സഹായം ഇല്ല. അവിടെ ആദിവാസികൾ അതുപോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പല ആളുകളും നരകിക്കുകയാണ്. വീട്ടിലെ പശു പുല്ലൊന്നുമില്ല. സർ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? പ്ലീസ് സാർ അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കണം. ഗവൺമെൻറ്റും അതിൻ്റെ മെഷീനറിയും മന്ത്രിസഭയും ഒക്കെ എന്ന് പറയുന്നത് നിയമം സാർ അതൊന്ന് മാറ്റാൻ തന്നെയാണ്. നിങ്ങൾ മനോഹരമായ ടൗൺഷിപ്പ് അതും പറഞ്ഞ് കാലം കഴിച്ചു. വയനാട്ടിലെ ഈ എസ്റ്റേറ്റ് ഭൂമി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? എസ്റ്റേറ്റ് ഭൂമിക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലമാണ്. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ചികിത്സാ സഹായം പൈസ ആയിട്ട്, അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടവർക്ക് അത്, അതേപോലെ തന്നെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിലാണ് ഞങ്ങൾ ചെയ്തത്. തന്നിഷ്ടപ്രകാരം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് കിറ്റ് നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത്. സർ ഞങ്ങൾ ചെയ്തെടുത്ത് പറയല്ല, സന്നദ്ധ സംഘടനകൾ മുഴുവൻ ഈ രൂപത്തിൽ ചെയ്യാൻ തയ്യാറായിരുന്നു, ചെയ്യുമായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാത്ത ഞാൻ കുറ്റം പറയാമെന്നില്ല, ആരും വിചാരിക്കേണ്ട. പ്രധാനമന്ത്രി അവിടെ വന്ന് ഈ ഇതൊക്കെ നടന്നിട്ട് ഒന്നും ചെയ്യാതെ പോയതിൻ്റെ അപമാനം പ്രധാനമന്ത്രിക്കാണ്. യാതൊരു സംശയവും ആ കാര്യത്തില്ല. അദ്ദേഹത്തിൻ്റെ വിലയാണ് പോയത്. പ്രൈം മിനിസ്റ്റർ പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് സർ ഈ അലംഭാവം വിട്ട് ഗവൺമെൻറ് ഇനിയെങ്കിലും ലോകത്തില്ലാത്ത ഈ ദുരന്തത്തിൽ സർ വാർ ഫൂട്ടിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു ലക്ഷണം കാണാത്തതുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടി ഇറങ്ങി. സാർ, വയനാട്ടിലുണ്ടായ ദുരന്തവും അതോടനുബന്ധിച്ചുള്ള നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളും വലിയ കാലതാമസം ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. സർക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കാലതാമസം ഒഴിവാക്കി ഇനിയെങ്കിലും കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ, പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള നേതൃത്വപരമായ പങ്ക് ഗവൺമെൻറ് വഹിക്കണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും ചൂണ്ടിക്കാണിച്ച പോലെ ഇത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാവുന്നതും രാജ്യത്തെമ്പാടും പ്രവാസികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് വന്നത് പ്രയോജനപ്പെടുത്തി ആ പാവങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കാനും കേരളത്തിൻ്റെ മുൻഗണന നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കി കാര്യങ്ങൾ ചെയ്യുവാനും ഗവൺമെൻറ് ഇനിയെങ്കിലും തയ്യാറാകണം. അതിന് തയ്യാറാകാത്തതിൽ ഇതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാക്കൗട്ടിൽ പങ്കെടുക്കും. സർ, വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം തികച്ചും പ്രതിഷേധാർഹമായ ഒന്ന് തന്നെയാണ്. സർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായ ഒന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ ലിസ്റ്റ് പൂർത്തിയാക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. ഒപ്പം തന്നെ ഇവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എത്ര രൂപയാണെങ്കിലും അത് ചെലവാക്കുമെന്ന് പറഞ്ഞ് സ്വാഗതാർഹമായ ഒന്നാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറേ, ഈ ദുരന്തബാധിതർക്ക് പുനരധിവാസ ഭൂമിയായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 10 സെൻറ്റായി നിജപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാണ്. ഇപ്പോൾ 5 മുതൽ 7 സെൻറ്റ് എന്ന് കണക്കാക്കി വെച്ചാൽ 10 സെൻറ്റ് ഒരു ഭൂമിയായി അത് കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും. സാർ, ഒപ്പം തന്നെ ഈ 32 സ്ഥിരീകരിച്ച മരണങ്ങളുടെ ലഭ്യമാവാത്ത ബോഡികളുടെ അവരുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികളും വേഗതയിൽ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധാരണയില്ല. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അതുകൊണ്ട് ഈ സഭ അറിയാനും നാട്ടുകാർ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കാണാതായവരുടെ മരണം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 13/1/2025 25/2025 DMD എന്ന ഉത്തരവിറക്കി. സാർ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി 6 മാസത്തിനിടയിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടോ? നമ്മൾ ആ ഉത്തരവിറക്കി. സാർ, അത് പത്രപരസ്യവും ഗസറ്റ് നോട്ടിഫിക്കേഷനും 10/2/2025 പ്രഖ്യാപിച്ചു. സാർ, പരാതി സമർപ്പിക്കാനുള്ള കാലാവധി തീർന്നു. ഇന്നോ നാളെയായി ആ ലിസ്റ്റ് ഔപചാരികമായി പ്രഖ്യാപിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ അറിയാൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചു.
ഇതിൻ്റെ അകത്ത് 44 പേരാണ് കാണാതായിരിക്കുന്നത്. അതിൽ 32 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടിയത്. സാർ, ഒപ്പം തന്നെ ഇതിൻ്റെ DNA റിസൾട്ട്സിനകത്തുള്ള അപാകതകളും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഈ മരണപ്പെട്ട് കാണാതായവരുടെ അവർക്ക് വേണ്ടി നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സാർ, ഈ വിഷയങ്ങൾ ഗവൺമെൻറ് ഗൗരവമായി കാണണമെന്നും ഇവരുടെ പുനരധിവാസം എത്രയും വേഗം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതർ വലിയ പ്രതിസന്ധിയിലാണ് സർ. നാളെ എങ്ങനെയാണ് എന്നറിയാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി 7 സെന്റ് പോരെ സർ, 10 സെന്റും കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തണം. അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടത്താനുള്ള നടപടി സ്വീകരിക്കണം. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.